ദൈവത്തിനു മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ജൂൺ 11. ദൈവത്തിൻ്റെ ഉദ്യാനം. അവൻ നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. പത്രോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ജീവിതത്തിൻ്റെ സൗന്ദര്യത്തിൻ്റെയും ഹ്രസ്വതയുടെയും ഒരു ഓർമ്മപ്പെടുത്തൽ എൻ്റെ മുൻവാതിലിന് പുറത്ത് വളരുന്നുണ്ട്. കഴിഞ്ഞ വസന്തകാലത്ത് എൻ്റെ ഭാര്യ മൂൺഫ്ലവർ ചെടിയുടെ വള്ളികൾ നട്ട് പിടിപ്പിച്ചു. പൂർണ്ണചന്ദ്രനെ പോലെ വലുതും വൃത്താകൃതിയിലുള്ളതുമായ വെളുത്ത പൂക്കൾ കാരണമാണ് ഈ ചെടിക്ക് ഈ പേര് ലഭിച്ചത്. ഓരോ പൂവും ഒരു രാത്രി വിടർന്ന് പിറ്റേന്ന് രാവിലെ സൂര്യപ്രകാശത്തിൽ വാടിപ്പോകും, പിന്നൊരിക്കലും വിടരുകയില്ല. എന്നാൽ ചെടി പൂക്കളാൽ സമൃദ്ധമാണ്. എല്ലാ വൈകുന്നേരവും പുഷ്പങ്ങളുടെ ഒരു പുതിയ പരേഡ് അവതരിപ്പിക്കുന്നു. ഓരോ ദിവസവും വീട്ടിൽ വരുമ്പോഴും പോകുമ്പോഴും അത് കാണാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു. മടങ്ങി വരുമ്പോൾ എന്തു പുതിയ സൗന്ദര്യം നമ്മെ സ്വീകരിക്കുമെന്ന് ആശ്ചര്യപ്പെടുന്നു. ഈ ദുർബലമായ പൂക്കൾ തിരുവെഴുത്തുകളിൽ നിന്നുള്ള ഒരു സുപ്രധാന സത്യത്തെ ഓർമ്മിപ്പിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ വാക്കുകൾ അനുസ്മരിപ്പിച്ചുകൊണ്ട് അപ്പോസ്തോലനായ പത്രോസ് എഴുതി, കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. സകല ജഡവും പുല്ലുപോലെയും അതിൻ്റെ ഭംഗി എല്ലാം പുല്ലിൻ്റെ പൂ പോലെയും ആകുന്നു. പുല്ലു വാടി പൂവുതിർന്നു പോയി. എന്നാൽ ദൈവം തൻ്റെ വാഗ്ദത്തങ്ങൾ എന്നേക്കും പാലിക്കുമെന്ന് അവൻ നമുക്ക് ഉറപ്പു നൽകുന്നു. ഒരു പൂന്തോട്ടത്തിലെ പൂക്കൾ പോലെ നിത്യതയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഭൂമിയിലെ നമ്മുടെ ജീവിതം ഹ്രസ്വമാണ്. എന്നാൽ നമ്മുടെ ഹ്രസ്വതയിൽ ദൈവം സൗന്ദര്യം ആവേശിപ്പിച്ചിരിക്കുന്നു. യേശുവിൻ്റെ സുവാർത്തയിലൂടെ നാം ദൈവവുമായി ഒരു പുതിയ തുടക്കം കുറിക്കുകയും ദൈവത്തിൻ്റെ സ്നേഹനിർഭരമായ സാന്നിധ്യത്തിൽ പരിധിയില്ലാത്ത ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു. ഭൂമിയിലെ സൂര്യനും ചന്ദ്രനും ഒരു ഓർമ്മ മാത്രമാകുന്ന കാലത്തും നാം എപ്പോഴും ദൈവത്തെ സ്തുതിക്കും. ചിന്തിക്കുക, ദൈവവുമായുള്ള നിത്യതയെക്കുറിച്ച് നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് എന്താണ്? ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ നിങ്ങൾ പ്രിയപ്പെട്ടത് ഏതാണ്? ദൈവത്തിന് മഹത്വം.